ചാനൽ. അപ്പോൾ ഇനിയും സ്കൂൾ തുറക്കാനൊരു 1 വീക്ക് കൂടെ ഉണ്ട്. 1 വീക്ക് ഉണ്ട്. അപ്പം ഞങ്ങൾക്ക് സ്കൂള് ആദ്യം പറഞ്ഞു 15ന് തുറക്കുമെന്ന്, പിന്നെ പറഞ്ഞു 19ന് തുറക്കുമെന്ന്, പിന്നെ പറഞ്ഞു ഇനി തുറക്കുമ്പോൾ അറിയിക്കാമെന്ന് പറഞ്ഞു. അപ്പം 15ന് തുറക്കും എന്ന് പറഞ്ഞിട്ട് ഞാൻ റെക്കോർഡ് എത്രയും പെട്ടെന്ന് തീർക്കാൻ വേണ്ടി കുറേയൊക്കെ എഴുതി. അങ്ങനെ എഴുതിക്കൊണ്ടിരുന്നപ്പോഴാണ് ഒരു 13th ആയപ്പോൾ ടീച്ചർ പറഞ്ഞു 15ന് തുറക്കില്ല. അപ്പോൾ ഞാൻ റെക്കോർഡ് എഴുതുന്നത് നിർത്തിവെച്ചു. നമുക്ക് ഇനി എഴുതാൻ ടൈമുണ്ടല്ലോ എന്ന് വെച്ച് ഞാൻ നിർത്തിവെച്ചു. അങ്ങനെ അന്ന് നിർത്തിവെച്ച റെക്കോർഡ് ഞാൻ ഇതുവരെ എഴുതിയിട്ടില്ല. അപ്പം സുവോളജി ഇനി 2 പടം കൂടെ വരയ്ക്കാനുണ്ട്, ബോട്ടണി ഇനി പകുതിയിൽ കൂടുതലുമുണ്ട്. അപ്പോൾ ഇന്ന് നമുക്കൊരു റെക്കോർഡ് വരയ്ക്കുന്ന വ്ലോഗ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പം ഇന്ന് നമ്മൾ ബോട്ടണി റെക്കോർഡ് വരയ്ക്കും. ആൻഡ് എനിക്ക് വരയ്ക്കാൻ അധികം കഴിവ് അധികം ഇല്ല. ഞാൻ സുവോളജി കുറേയൊക്കെ മാനുവലിൽ നിന്ന് അച്ചടിച്ചാണ് എടുത്തത്, അതാണ് സത്യം. പക്ഷെ ബോട്ടണിയിൽ അച്ചടിക്കാനൊന്നും ഇല്ല മാനുവലിൽ. സോ ഇന്ന് നമ്മൾ ബോട്ടണി റെക്കോർഡ് വരയ്ക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഓൾസോ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ അപ്പോൾ നമുക്ക് റെക്കോർഡ് വരയ്ക്കാം. ആൻഡ് ഞാനിതിൽ ഈ ബോട്ടണി മാനുവലിൽ അച്ചടിക്കാൻ വേണ്ടി ഒന്നുമില്ല, എല്ലാം ഡിഫറെൻ്റായിട്ടുള്ള പടങ്ങളാണ് തന്ന ഇതിൽ നിന്ന്. ആൻഡ് എനിക്ക് ഇതൊക്കെ ഒന്നുകൂടെ മാറ്റി എഴുതണം എന്നുണ്ട്, കൊള്ളാമോ എന്നറിയില്ല. അപ്പം ഞാൻ സർഗാസം വരെ വരച്ചു. ഇത്രയും വരച്ചു. സർഗാസത്തിൻ്റെ എഴുതിയില്ല, ഇത് എഴുതണം. ആൻഡ് ഓൾറെഡി എല്ലാം എഴുതി പോവുകയാണെങ്കിൽ പിന്നെ അച്ചടിക്കണമെങ്കിൽ വരയ്ക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഞാൻ ഒന്നും എഴുതിയില്ല. ഇനിയും ഈ ഒരു സർഗാസം കഴിഞ്ഞ് ഇനിയും കുറേ ഉണ്ട്. ഒരു പേജ് നമ്പർ 40 വരെ എഴുതാനാണ് ഞങ്ങളുടെ ടീച്ചർ പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ഫുൾ ഇന്ന് തന്നെ തീർക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം പിന്നെ നമുക്കിതിനെപ്പറ്റി ബോധറേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ നമുക്ക് പടങ്ങൾ ആദ്യം വരയ്ക്കാം. പടങ്ങൾ ആദ്യം വരച്ചിട്ട് പിന്നെ എഴുതുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ലെറ്റ്സ് സ്റ്റാർട്ട്. നിങ്ങൾ നിങ്ങളുടെ റെക്കോർഡിൻ്റെ കാര്യമൊക്കെ പറയൂ. നിങ്ങൾ റെക്കോർഡ് എഴുതി കഴിഞ്ഞോ, വരച്ചു കഴിഞ്ഞോ, എന്തായി, ഏതൊക്കെ റെക്കോർഡ് സ്കൂളിൽ നിന്ന് കിട്ടി? എൻ്റെ സ്കൂളിൽ നിന്ന് ആകെ സുവോളജിയും ബോട്ടണിയും മാത്രമേ കിട്ടിയുള്ളൂ, കെമിസ്ട്രി ഒന്നും തന്നില്ല. അതിനിയും തരുമായിരിക്കും, അറിയില്ല. ലെറ്റ്സ് ഗോ. അപ്പോൾ ടോട്ടൽ 40 പേജസ് ഉണ്ട്. ഞാൻ 15 എത്തിയിട്ടുള്ളൂ. പേജ് നമ്പർ 50 കാണാമോ? 15 എത്തിയിട്ടുള്ളൂ. ബാക്കി ഒരു 25 പിക്ചേഴ്സും കൂടി ഇനി വരയ്ക്കാറുണ്ട്. സോ നമുക്കത് വരയ്ക്കാം. അപ്പോൾ നമുക്ക് വരച്ചു തുടങ്ങാം. ഞാൻ ആദ്യമേ ഈ ഹെഡിങ് ഒക്കെ ഞാൻ വെറുതെ റഫായിട്ടാണ് എഴുതി വെക്കുന്നത്. പടം വരയ്ക്കുമ്പോൾ മാത്രമേ റഫായിട്ട് ഹെഡിങ് എഴുതൂ. ആൻഡ് അത് കഴിഞ്ഞ് പടം വരച്ച് എല്ലാം കഴിഞ്ഞാണ് അവസാനം ഹെഡിങ് ഞാൻ കറക്റ്റായിട്ട് സ്കെയിലും പെൻസിലും ഒക്കെ യൂസ് ചെയ്ത് എഴുതുക. ആൻഡ് കമൻസും നോട്ട്സും എല്ലാം അങ്ങനെ തന്നെയാണ്, ആദ്യമേ എഴുതി വെക്കാറില്ല. എനിക്കാണെങ്കിൽ ആദ്യമേ പടമെല്ലാം വരച്ച് വെക്കുന്നതായിരിക്കും കുറച്ചുകൂടെ എളുപ്പം. കാരണം പിന്നെ നമുക്ക് അച്ചടിക്കണമെങ്കിലും നോട്ട് എഴുതി കഴിഞ്ഞാൽ അച്ചടിക്കാൻ പറ്റില്ല. ബട്ട് ബോട്ടണിയിൽ അച്ചടിക്കാൻ മാനുവലിനകത്ത് ഒന്നുമില്ല, അതാണ് ഒരു കുഴപ്പം. അതുകൊണ്ടെല്ലാം നമ്മൾ വരയ്ക്കണം. അതാണ് ഇത്ര സ്ലോ ആയിട്ടും ഞാൻ തുടച്ച് പിന്നെയും വരച്ച് മായ്ച്ച് മാനുവലിനകത്ത് നിന്ന് അച്ചടിച്ച് അതെനിക്ക് ഒരുമാതിരി തോന്നിയുകൊണ്ട് ഞാൻ പിന്നെയും മായ്ച്ച് അങ്ങനെ ഞാൻ ഗിവ് അപ്പ് ചെയ്തിട്ടിരുന്നൊരു സംഭവമാണ് ഈ ബോട്ടണിമ. കാരണം ഇതെനിക്ക് വരയ്ക്കാനേ പറ്റുന്നില്ല. അങ്ങനെ അച്ചടിക്കാനാണെങ്കിൽ മാനുവലിനകത്തുള്ള പടവും നമ്മുടെ ഈ PDF-നകത്തുള്ള പടവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അത് അച്ചടിക്കാൻ പറ്റില്ലല്ലോ. സ്കൂളിൽ ചെല്ലുമ്പോൾ ടീച്ചർ മായ്ക്കാൻ പറഞ്ഞാലോ. അങ്ങനെ എന്തൊക്കെയോ കാണിച്ചു കൂട്ടി ഞാൻ അത് വരയ്ക്കുകയാണ്. ശരിയാവുമോ എന്ന് എനിക്ക് തന്നെ അറിയില്ല. നിങ്ങളെല്ലാം വരച്ചു കഴിഞ്ഞു. നേരത്തെ ഒരുപാട് പ്രാവശ്യം വരച്ച് ഞങ്ങൾക്ക് ആദ്യമേ ടീച്ചർ പറഞ്ഞു ഫസ്റ്റ് ട്രൈ ആണ്. മെയ് ഒരു ഫസ്റ്റ് വീക്കൊക്കെ ആയപ്പോഴേ ടീച്ചർ പറഞ്ഞു നമുക്ക് സ്കൂള് May 15ന് സ്പെഷ്യൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും എന്നിങ്ങനെ പറഞ്ഞു.
അപ്പോൾ ആ ഒരു സമയത്താണ് ഞാൻ നാട്ടിൽ പോകുന്നത്. ഒരു മെയ് 10th ടൈമിലാണ് നാട്ടിൽ പോകുന്നത്. അപ്പോൾ ആ സമയത്തും ഞാൻ ബോട്ടണി റെക്കോർഡൊന്നും തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ 15th ക്ലാസ് തുടങ്ങും എന്ന് പറഞ്ഞിട്ട് ഒരു ദിവസമേ നാട്ടിലോട്ട് പോയുള്ളൂ. ആൻഡ് നെക്സ്റ്റ് ഡേ തന്നെ തിരിച്ചു വരികയും ചെയ്തു. ബോട്ടണി കംപ്ലീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞ് ഞങ്ങളോട് ടീച്ചർ പറഞ്ഞു, സ്കൂൾ തുറന്ന് വരുമ്പോൾ തന്നെ ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, സബ്മിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞ ആ ഒരു പേടിയിൽ ധൃതി മെസ്സേജ് അയക്കുന്നത്. അതായത് 15th ക്ലാസ് വരിക അങ്ങനെയൊക്കെയായിരുന്നു. അങ്ങനെ 19th ക്ലാസ് തുടങ്ങുന്നതാണ്. ഒരു 13th or 14th ടീച്ചർ മെസ്സേജ് അയക്കുന്നതായിരിക്കും. കാരണം ഞങ്ങളുടെ സ്കൂള് എന്നുള്ളത് ഒരു ഗവൺമെൻറ് സ്കൂളല്ല, ഗവൺമെൻറ് സിലബസ് ആണ്, ബട്ട് അത് ഗവൺമെൻറ് സ്കൂളല്ല, ഒരു ക്രിസ്ത്യൻ സ്കൂളാണ്. അതുകൊണ്ടാണ് നമ്മൾ വിചാരിച്ചു ക്ലാസ് ഉണ്ടായിരിക്കും എന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ ഞാൻ ഒരു 13th ഞാൻ ക്ലാസ് ഇല്ലെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ നിർത്തി വരയ്ക്കുന്നത്. ലൈക്ക് ഒരു ദിവസം തന്നെ കുറേ പിക്ചറിൽ നിന്ന് വരച്ച് എനിക്ക് മടുത്തു. അതുകൊണ്ട് ഞാൻ ഇല്ലെന്ന് പറഞ്ഞപ്പോൾ അപ്പം നിർത്തി. പിന്നെ ഞാൻ ഒരു 15th 16th ആയപ്പോൾ വരയ്ക്കാൻ പിന്നെ എടുത്തു. അപ്പോഴാണ് ടീച്ചർ പിന്നെയും പറയുന്നത്, എന്താണ് 19th സ്കൂൾ തുറക്കില്ല, ഇനിയൊരു ഒഫീഷ്യൽ അറിയിപ്പ് ഉണ്ടാകുമ്പോഴേ സ്കൂൾ തുറക്കുകയുള്ളൂ എന്ന് പറഞ്ഞത്. പിന്നെ ഞാൻ ഈ റെക്കോർഡിനെ തൊട്ടിട്ടില്ല. പിന്നെ ഞാൻ റെക്കോർഡെന്നുള്ള കാര്യമേ മറന്നുപോയി, എന്താണെന്ന് എനിക്കറിഞ്ഞൂടാ. ഞാൻ പിന്നെ ആ റെക്കോർഡ് എടുത്തിട്ടേ ഇല്ല. അങ്ങനെ ഇന്നിപ്പോൾ 21 ആയി. അപ്പോൾ ഇനിയും കുറച്ച് ദിവസമേ ഉള്ളൂ സ്കൂൾ തുറക്കാനെന്നുള്ളൊരു റിയലൈസേഷൻ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു വരച്ച് തുടങ്ങാം. കാരണം എനിക്ക് ബോട്ടണി 2 പടവും കൂടെ ഇനിയും എക്സ്ട്രാ വരയ്ക്കാനുണ്ട്. സുവോളജി ഇനി 2 പടവും കൂടെ എക്സ്ട്രാ വരയ്ക്കാനുണ്ട്. ആൻഡ് സുവോളജിയിലെ ഒന്നിൻ്റെയും ഹെഡിങ് ഞാൻ കറക്റ്റായിട്ട് എഴുതിയില്ല, അത് എഴുതാനുണ്ട്. ആൻഡ് ബോട്ടണി ഇനി ഒരു 10-25 പടം എക്സ്ട്രാ വരയ്ക്കാനുണ്ട്. ആൻഡ് നോട്ട്സ് ഒന്നും എഴുതിയിട്ടില്ല, അത് എഴുതാനുണ്ട്. ആൻഡ് ഇതിലെ ഹെഡിങ് കറക്റ്റാക്കണം. അങ്ങനെയൊക്കെ ഉള്ളൊരു ബോധം വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് നമുക്ക് വരച്ച് തുടങ്ങാം, അപ്പോൾ അതൊരു വ്ലോഗായിട്ട് ഇടാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഞാൻ വരച്ചു തുടങ്ങിയത്. ആൻഡ് എൻ്റെ ക്ലാസ്സിലുള്ള കുറേ പേരൊക്കെ എല്ലാവരും ആദ്യം കമൻസ് ആണ് എഴുതി വെക്കുക. കമൻസ് എഴുതി വെച്ചിട്ട് അവസാനമാണ് വരയ്ക്കുക. ബട്ട് കുറച്ച് പേര്, എല്ലാവരും അല്ല, കുറച്ച് പേര്. അപ്പോൾ ഞാൻ അങ്ങനെ നോക്കി, ഞാൻ സുവോളജി അങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് വരയ്ക്കാൻ പാടുള്ളതൊക്കെ അച്ചടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അച്ചടിക്കാൻ വേണ്ടി പേജ് ഇതിനടി വെച്ചപ്പോൾ കമൻസ് എഴുതിയിരിക്കുന്നത് കൊണ്ട് നമുക്ക് ഇപ്പുറം സൈഡിലോട്ട് കാണാൻ പറ്റുന്നില്ല, ക്ലിയർ ഇല്ലായിരുന്നു. അങ്ങനെ ഒരു ഇതുകൊണ്ട് ഞാൻ ബോട്ടണി അങ്ങനെ എഴുതിയില്ല. ഞാൻ ബോട്ടണി ആദ്യമേ പടങ്ങളെല്ലാം വരച്ചിട്ട് ലാസ്റ്റ് കമൻസും നോട്ട്സും ഒക്കെ എഴുതാമെന്ന് പറഞ്ഞാണ് ഇരിക്കുന്നത്. ആൻഡ് അങ്ങനെ സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് തീർക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ആൻഡ് ഇതെനിക്കാണെങ്കിൽ ഭയങ്കര പാടായിട്ട് തോന്നി. എനിക്കാണെങ്കിൽ സുവോളജിയുടെ അത്രയും പാടില്ലായിരുന്നു, എന്നാലും ബോട്ടണി കുറച്ചുകൂടെ പാടായിട്ട് തോന്നി. കാരണം അച്ചടിക്കാനില്ലല്ലോ. സുവോളജി ഞാൻ പെട്ടെന്ന് തീർത്തെന്ന് വെച്ചാൽ അച്ചടിക്കാനുള്ളതുകൊണ്ട് അച്ചടിച്ച് വരച്ച് നമ്മൾ എക്സ്ട്രാ എഫേർട്ട് ഷെയ്ഡിങ്ങിനും കുറച്ച് ഇതായിട്ട് നല്ല രീതിയിൽ വെച്ച് അച്ചടിക്കണം, അങ്ങനെ ഒരു എഫേർട്ടല്ലേ ഉള്ളൂ. ഇരുന്ന് വരയ്ക്കണം എന്നൊരിതില്ലല്ലോ നോക്കി. അതുകൊണ്ട് സുവോളജി എൻ്റെ പെട്ടെന്ന് തീർന്നു. ബട്ട് ബോട്ടണി, ഓ മൈ ഗോഡ്, ഞാൻ വിചാരിച്ചു ബോട്ടണി റെക്കോർഡ് വന്നപ്പോഴേ ഞാൻ വിചാരിച്ചു അച്ചടിക്കാനുള്ളതൊക്കെ ഇതിൽ കാണും, നമ്മുടെ മാനുവലിൽ കാണും എന്ന് പറഞ്ഞിരുന്നു. ബട്ട് എടുത്തപ്പോഴേ എൻ്റെ ഹൃദയം തകർന്നു പോയി. കാരണം ഒന്നുമില്ല അച്ചടിക്കാൻ, എല്ലാം വേറെ വേറെ പടങ്ങളാണ്, രണ്ടിനും ഒരു സാമ്യവും ഇല്ല. അതുകൊണ്ട് ഞാൻ തന്നെത്താനെ വരച്ചു. ഈ ഒരു പ്രോട്ടോണിമ ശരിയായെന്ന് എനിക്ക് തോന്നി. ആൻഡ് ഇതിനിയും ഇനി ഏതൊക്കെ പടങ്ങൾ ഇനിയും തുടച്ച് വരയ്ക്കാൻ പറയുമെന്ന് അറിഞ്ഞുകൂടാ. അങ്ങനെ വരച്ചു കഴിഞ്ഞു. ആൻഡ് എനിക്ക് കുറച്ച് നല്ലതായിട്ട് തോന്നി. ഇത് എങ്ങനെയുണ്ടെന്ന് പറയുക. ആൻഡ് ഇനി മാർക്കിംഗ് ആണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് മാർക്ക് ചെയ്യാനാണ്. വരയ്ക്കാൻ എനിക്കിഷ്ടമില്ല. സത്യം പറഞ്ഞാൽ വരയ്ക്കാൻ അറിയില്ല. ഞാൻ അധികം കൊച്ചിലെയൊക്കെ ഞാൻ നല്ലപോലെ വരയ്ക്കുമായിരുന്നു. ബട്ട് പിന്നെ അതങ്ങ് നിർത്തി. അതിന് ശേഷം പിന്നെ വരയ്ക്കാൻ ബുദ്ധിമുട്ടായി. ആൻഡ് നെക്സ്റ്റ് വൺ ഇതാണ്. ഇതിൻ്റെ പേരെന്തായിരുന്നു?
ഫ്യൂണേറിയ വരയ്ക്കാൻ ആദ്യമേ ഞാൻ ബേസ് വരച്ച് ടോപ്പിലോട്ടെത്തിയപ്പം ടോപ്പും ബേസുമായിട്ടൊരു ചേർച്ചയില്ലാതെ തോന്നി. അതുകൊണ്ട് ഞാൻ പിന്നെ എന്ത് ചെയ്തു, ബേസ് വരച്ച ശേഷം ടോപ്പ് വരച്ച ശേഷം ബേസ് തുടച്ചു, എന്നിട്ട് ഒന്നും കൂടെ ബേസ് വരച്ചു. അങ്ങനെയാണ് എടുത്തത്. ആൻഡ് അപ്പം നെക്സ്റ്റ് പ്രോത്താലസ് വരയ്ക്കുന്ന ഞാൻ വീഡിയോ എടുത്തില്ല, അപ്പോഴത്തേക്ക് ഫോണിൻ്റെ ചാർജ് തീർന്നു. അവസാനം ഞാൻ കാണിക്കുന്നുണ്ട് ഞാൻ വരച്ചതെല്ലാം. ഓക്കെ, ആൻഡ് ഇതെങ്ങനെയുണ്ട്? ഇതെനിക്ക് താഴത്തെ ആ റൂട്ട്സ് എനിക്ക് കുറച്ച് ഇതായിട്ട് തോന്നി, എന്നാലും കുഴപ്പമില്ലാതെ എനിക്ക് തോന്നി. വീഡിയോ തുടക്കത്തിൽ പറഞ്ഞത് ഫുൾ ഒന്ന് വരച്ച് തീർക്കണം എന്നാണ്. ബട്ട് ഇറ്റ്സ് ബീൻ 2 hours സിൻസ് ഞാൻ വരയ്ക്കാൻ തുടങ്ങിയിട്ട്. ആൻഡ് ഓൺലി 3 പിക്ചറാണ് ഇത്രയും നേരം കൊണ്ട് വരച്ചത്. സോ എങ്ങനെയുണ്ടെന്ന് പറയണേ. മറ്റേ ഇത് കുഴപ്പമില്ല, ബട്ട് ആ പ്രോത്താലസ് ഇല്ലേ, അതെനിക്ക് അങ്ങോട്ട് ശരിയാകുന്നില്ല, എനിക്കത് ഇഷ്ടപ്പെടുന്നില്ല. ബട്ട് എനിക്കതെല്ലാം വരയ്ക്കാനും പറ്റുന്നില്ല. അപ്പോൾ ബാക്കിയുള്ളത് നമ്മൾ ഇനിയുള്ള ദിവസങ്ങളിൽ വരയ്ക്കുന്നതായിരിക്കും. ആൻഡ് നെക്സ്റ്റ് വ്ലോഗ് ഒരു ലേറ്റ് നൈറ്റ് സ്റ്റഡി വ്ലോഗ് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആൻഡ് നിങ്ങൾക്ക് എന്തെങ്കിലും റെക്കമെൻഡേഷൻസ് ഓർ സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീണ്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.